സമീപനം. ഒരിക്കലും ഇതുപോലുള്ള പീഡനത്തിന് സ്ത്രീ സമൂഹം വിധേയമാകാൻ പാടില്ല. ഉള്ള സംഭവങ്ങൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം. ഈ ഗവൺമെൻറ്റിന് വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഇതിന് അപ്പീൽ പോകുന്നതല്ലേ അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഒരു പറയാവൂ അങ്ങനെ. അടൂർ പ്രകാശിൻ്റെ നിലപാട് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സമീപനമാണ് വ്യക്തമാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ അവസാനം വരെ ശ്രമിച്ചില്ലേ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള വിജയം കൈവരിക്കും എന്നുള്ളതാണ് കേരളത്തിൻ്റെ അന്തരീക്ഷം. 9-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പുകളിലും എല്ലാ ജില്ലകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ മുൻകൈ നേടിയിട്ടുണ്ട്. ഏതായാലും നാളെ കഴിഞ്ഞ് 13-ാം തീയതി റിസൾട്ട് വരാം. ഇന്ന് 9 മണ്ഡലങ്ങളിലെ 9 ജില്ലകളിലെ 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഈ 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം കൈവരിക്കും. ഇവിടെ പ്രധാനമായും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് മതനിരപേക്ഷതയ്ക്കും വികസനം, ജനക്ഷേമം ഈ നിലപാടുകൾക്ക് വേണ്ടിയാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. വലിയ തോതിലുള്ള വർഗീയ കൂട്ടുകെട്ട് കേരളത്തിലും രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അത് സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വലിയ തോതിൽ അപകടപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ഭാഗമാണ് കേരളത്തിൽ പതിവിൽ കവിഞ്ഞ രീതിയിൽ UDF വെൽഫെയർ പാർട്ടിക്ക് പിന്തുണ നൽകുകയാണ്. വെൽഫെയർ പാർട്ടി UDFിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. ഇത് വർഗീയമായ നിലപാടിൻ്റെ ഭാഗമാണിത്. സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിലുള്ള മതരാഷ്ട്രവാദം ഇന്ത്യയിൽ അപകടകരമായ പ്രവണതകൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അത് കേരളത്തിനും ബാധകമാണ്. ഈ സാഹചര്യത്തെ അതിജീവിക്കണം. അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള വോട്ട്, അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയുള്ള ജനവിധി, അത് ഈ തെരഞ്ഞെടുപ്പിലൂടെ പ്രകടമാവുകയാണ്. അധികാര വികേന്ദ്രീകരണ രംഗത്തും വികസനത്തിലും ജനക്ഷേമ നടപടികളും UDF ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടുകളുടെ പ്രത്യേകത ഇവിടെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങളുടെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകും. ഇപ്പോൾ പോളിംഗിലും നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുൻകൈ നേടാവുന്ന അന്തരീക്ഷമാണ് കേരളത്തിലുടനീളമുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ശബരിമല എങ്ങനെ ബാധിക്കും എന്നുള്ളത് പല അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ടല്ലോ. ഇവിടെ ജനങ്ങളുടെ ജീവിത പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമലയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെൻറ്റിൻ്റെയും നിലപാട്. ഇനി ആരെങ്കിലും ഇതിനകത്ത് കുറ്റവാളികളുണ്ടെങ്കിൽ ആ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന യാതൊരു നടപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് പൊതുവായിട്ടുള്ള നില. സംസ്ഥാന സർക്കാർ എവിടെയത്? നിങ്ങളെ ആരെങ്കിലും അനുഭവം ഉണ്ടോ പോപ്പുലർ ഫണ്ടുമായിട്ട് ചേരുന്നത്? പോപ്പുലർ ഫണ്ടുമായിട്ട് ഒരു തരത്തിലുമുള്ള ബന്ധവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല. പോപ്പുലർ ഫണ്ട് എന്ന് പറയുന്നത് SDPI ആണല്ലോ. SDPIയുടെ രാഷ്ട്രീയ രൂപമാണല്ലോ. അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ UDFന് പിന്തുണ നൽകുന്നുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും PDPയുമായിട്ട് യാതൊരു തരത്തിലുള്ള കൂട്ടുകെട്ടോ ബന്ധമോ ഈ തെരഞ്ഞെടുപ്പിലില്ല. ഒരു തീവ്രവാദ സംഘടനകളുമായും വർഗീയ സംഘടനകളുമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ കൂട്ടുകെട്ടില്ല. അതാണ് വസ്തുത. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ പിന്തുണച്ചോ നമുക്ക് പറയാൻ കഴിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കൽ പോലും ജമായത്തുമായിട്ട് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് വസ്തുത. പല രീതിയിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള പ്രചാരവേലകൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്വാധീനത്തിലാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. ജനങ്ങളുടെ അനുഭവത്തിലുണ്ട്. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലുള്ള അനുഭവം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ അടിസ്ഥാനം മുസ്ലിം മതവിശ്വാസികളുടെ മതസംഘടനകൾ പോലും ഈ ജമായത്തുമായിട്ടുള്ള ബന്ധത്തെ എതിർക്കുകയാണ്. അത് വളരെ ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ മതവിശ്വാസികളുടെ പൊതു നിലപാട് ഈ തീവ്രവാദത്തെ അംഗീകരിക്കുക എന്നുള്ളതല്ല, തീവ്രവാദത്തിനെതിരായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്
മതവിശ്വാസികളുടെ സമീപനം. അതാണ് മത നേതാക്കന്മാർ ഇതിനകം തന്നെ കേരളത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എം.എൻ. കാരശ്ശേരി പോലുള്ള ആളുകൾ എടുത്ത നിലപാടെന്താണെന്നുള്ളത് കോഴിക്കോട്ടുള്ള പത്രക്കാർക്ക് അറിയാലോ. അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണെന്നുള്ളത് അദ്ദേഹം ശക്തമായിട്ട് ഇതിനെ എതിർത്തില്ലേ. അതൊരു പുറത്തുള്ള ഒരു നിഷ്പക്ഷ വീക്ഷണത്തിൻ്റെ ഒരു പ്രതികരണമാണത്. അപ്പോൾ അത് അങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ഈ നാടിൻ്റെ മുമ്പിലുണ്ട്. അതൊക്കെ നിങ്ങൾ വ്യാഖ്യാനിച്ചോ. ആർക്ക് വോട്ട് വേണം വേണ്ട എന്നുള്ളതൊന്നും ഇപ്പോൾ പറയുന്ന പ്രശ്നമല്ലത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് താല്പര്യമുള്ളവർക്കെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാം. ഞങ്ങൾ വ്യക്തമാക്കുന്നത് ഈ വർഗീയ നിലപാടുമായിട്ട് കൂട്ടുകെട്ടില്ല എന്നുള്ളതാണ്. ആർക്ക് വേണമെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാം. അത് അവരവരുടെ താല്പര്യവും അവരവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്കും ചെയ്യാലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഞാനിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ആണ് ആ പ്രശ്നത്തെ കാണേണ്ടത്. അയാള് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ വോട്ടാണല്ലോ. കോൺഗ്രസ് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയത് നിക്കക്കള്ളിയില്ലാതെ വന്ന സമയത്താണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ തുടക്കത്തിലെ ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നു എങ്കിൽ അന്തരീക്ഷിതല്ല. അപ്പോൾ അവർ സ്വീകരിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ അവർ സ്വീകരിച്ചത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ഐക്യമുണ്ടായിട്ടില്ല. വ്യത്യസ്തമായ നിലപാടുകളാണ് അവർ സ്വീകരിച്ചത്. ആദ്യം ആരോപണം എന്ന സമയത്ത് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അകത്താണ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ പുറത്തല്ല. സസ്പെൻഡ് ചെയ്തൊരാളെ അകത്ത് നിൽക്കും. ഒരു പാർട്ടിയുടെ ഏത് പാർട്ടിയിലാണെങ്കിലും അകത്ത് നിൽക്കും. ഇപ്പോഴാണ് പുറത്താക്കിയിട്ടുള്ളത്. ആ പുറത്താക്കൽ നിക്കക്കള്ളിയില്ലാതെ വന്ന സമയത്താണ്. കെ സുധാകരൻ്റെ അഭിപ്രായം എല്ലാവരും കേട്ടതല്ലേ. കോൺഗ്രസിൻ്റെ പല നേതാക്കളുടെ അഭിപ്രായം വ്യത്യസ്തമല്ലേ. കോൺഗ്രസിന് ഒരു ഏകീകരിച്ച അഭിപ്രായം ഉണ്ടായിട്ടില്ലല്ലോ. ഇതല്ലേ വസ്തുത. അപ്പോൾ അത് ആ നിലയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാകുമോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്തിട്ടുള്ള ഒരുപാട് ക്ഷേമ നടപടികളുണ്ട്, വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിനുള്ള അംഗീകാരമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളാണ് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ജനങ്ങൾ ആ നിലയിൽ ജനങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള അംഗീകാരം കിട്ടുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അല്ല, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അത് എല്ലാ നിലയിലും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകാണല്ലോ, മറ്റേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പാണ്. അപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലുള്ള ജനങ്ങളുടെ പ്രതികരണം പ്രകടിപ്പിക്കാനുള്ളൊരു സന്ദർഭമാണിത്. അതുണ്ടാകും എന്ന് തന്നെയാണ്, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി അത്തരമൊരു പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇലക്ഷനല്ലേ, അത്ര പോരെ. ഞാനതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശ് UDF കൺവീനറാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ്. അപ്പോൾ അവരെടുക്കുന്ന നിലപാട് UDFും കോൺഗ്രസിൻ്റെയും സമീപനവുമായിട്ട് ബന്ധമില്ലാതെ നിലപാടെടുക്കാൻ പറ്റില്ല. അടൂർ പ്രകാശ് എടുത്തിട്ടുള്ള നിലപാടിനെ അതിശക്തമായിട്ട് കോൺഗ്രസിനകത്തുള്ളവർ തന്നെ വളരെ എതിർക്കുന്ന നില വന്നു. സമൂഹത്തിൻ്റെ ആകെ എതിർപ്പ് അതിനകത്ത് വന്നു. അപ്പോഴാണ് അദ്ദേഹം ഒരു മറുകണ്ഠം ചാടുന്ന നിലപാട് അടൂർ പ്രകാശ് സ്വീകരിച്ചിട്ടുള്ളത്. അത് അടൂർ പ്രകാശിൻ്റെ നിലപാട് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സമീപനമാണ് വ്യക്തമാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ അവസാനം വരെ ശ്രമിച്ചില്ലേ. ഇക്കാര്യത്തിലും സ്ത്രീത്വത്തിനെതിരായി നിലപാടെടുക്കാനാണ് പിന്നെ അടൂർ പ്രകാശ് അദ്ദേഹത്തിൻ്റെ നിലപാടിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എത്ര ഷാർപ്പായിട്ടാണ് അദ്ദേഹം മാധ്യമം, ഈ ഗവൺമെൻറ്റിന് വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഇതിന് അപ്പീൽ പോകുന്നതല്ലേ അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഒരു പറയാവൂ അങ്ങനെ? അപ്പീൽ എന്ന് പറയുന്നത് ഇതിന് പിന്നെ ഈ പീഡനത്തിന് വിധേയമായിട്ടുള്ള സ്ത്രീക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ്. നീതി ലഭിക്കുന്നതിന് വേണ്ടിയാണ് അപ്പീൽ. അതിനുള്ള അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഗവൺമെൻറ് ആ ഉത്തരവാദിത്വം നിറവേറ്റും എന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ സമീപനം. ഒരിക്കലും ഇതുപോലുള്ള പീഡനത്തിന് സ്ത്രീ സമൂഹം വിധേയമാകാൻ പാടില്ല. ഉള്ള സംഭവങ്ങൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം. അതിന് ഏതറ്റം വരെ നിയമ നടപടി സ്വീകരിക്കാൻ കഴിയുമോ അത് സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.